നമസ്കാരം. രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരെക്കുറിച്ചാണ്. മിഥുനൻ രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ കുറച്ച് കാലങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടുകളിലും ദുഃഖത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വ്യാഴമാറ്റത്തോടു കൂടി ഇവർക്ക് ദുഃഖങ്ങൾ രണ്ടിരട്ടി കൂടിക്കാണും. ഇവരുടെ നല്ല ജോലിയിലിരുന്ന നക്ഷത്രക്കാരുടെ ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ബന്ധുക്കളിൽ നിന്ന് പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കുന്ന അവസ്ഥകളിൽ വരെ എത്തിയിട്ടുണ്ടാവാം. കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ടാവാം. സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം പോയിട്ടുണ്ടാവാം. നല്ല സുഹൃത്തുക്കൾ തന്നെ ഒഴിവാക്കി അവഗണിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടാവാം. വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയവർ ജോലി കിട്ടാതെ കിടന്ന് അലയുന്നുണ്ടാവാം. ഒരു പരിധിവരെ മിഥുനൻ രാശിക്കാരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവർ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവരുടെ അവസ്ഥയോ ഇവരുടെയോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടുന്ന സ്വഭാവക്കാരാണ്. എന്ത് കാര്യത്തിനും ആദ്യം തന്നെ ആലോചിക്കാതെ എടുത്തു ചാടി എല്ലാ ദുഃഖദുരിതങ്ങളും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നവരാണ് ഇക്കൂട്ടർ. ഇവർ സഹായിച്ചവരിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ നല്ല ഒരു നേതൃനിരയിൽ എത്തിച്ചേരാനും കൂടി കഴിവുള്ളവരാണ് ഇവർ. പൊതുവെ മിഥുനൻ രാശിക്കാർക്ക് ഒരു മടി കൂടിയുള്ള കൂട്ടരാണ്. ഇവരുടെ ഈ മടി കൂടി മാറ്റി ഇതുവരെ നമ്മൾ അനുഭവിച്ചു വന്ന പാഠങ്ങളെല്ലാം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർക്ക് ജീവിതത്തിൽ ഉയരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഇനിയെത്തുന്ന ധനങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് കൂടിയാണ്. ഈ മാർച്ച് 29-ാം തീയതി മുതൽ മിഥുനൻ രാശിക്കാർ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം നടക്കുന്നതാണ്. ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി സാധ്യമാകുന്നതാണ്. തൊഴിലിൽ നിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി പ്രമോഷൻ മുടങ്ങിക്കിടുന്നവരുടെ പ്രമോഷൻ സാധ്യമാകുന്നതാണ്. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഉയർച്ചയിൽ തന്നെ എത്തിച്ചേരാൻ പോകുന്നവരാണ്. വന്ന പാഠങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടത് കൂടിയാണ്. അതുപോലെ തന്നെ കടങ്ങളെല്ലാം തീർക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കിട്ടാതിരുന്ന ധനമെല്ലാം കൈവശം വന്നു ചേരുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ എന്തുകൊണ്ടും ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. അതുപോലെ തന്നെ പ്രണയത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനും വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യപൂർണമായ ഒരു വിവാഹം നടക്കുവാനും അതും നല്ല ഗംഭീരമായിട്ട് നടത്തുവാനുമുള്ള യോഗങ്ങളാണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ടും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 25-26 വർഷങ്ങൾ വളരെ ഐശ്വര്യപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ മാർച്ച് മാസം മുതൽ വരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ച് എല്ലാ കാര്യങ്ങൾക്കും ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇവർക്ക് വരും നാളുകളിൽ സന്തോഷത്തിൻ്റെ അതിഗംഭീരമായ വർഷമായിരിക്കും.